അപ്പൊ ഇങ്ങനെ തുടങ്ങിയാലോ ഗൈസ്. അപ്പൊ വെൽക്കം ബാക്ക് ടു അനദർ ഷോർട്സ്. അങ്ങനെ 365 ദിവസം ഷോർട്സ് എടുക്കണം ആഗ്രഹത്തിൽ തുടങ്ങിയൊരു വർഷമായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. ഞാൻ ഫസ്റ്റ് ജനുവരി 1 വീഡിയോ ഇട്ടു. പിന്നെ ഇപ്പോഴാണ് തിരിഞ്ഞു നോക്കുന്നത്. അതായത് നമ്മൾ കുറെ വീഡിയോസ് എടുത്തു, പക്ഷെ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു ഈ വർഷം എനിക്ക് നല്ല വർഷമായിരിക്കും, നല്ല സ്റ്റാർട്ടിങ് ആയിരിക്കും, നമ്മൾ വിചാരിച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ വിചാരിച്ചൊരു വർഷമായിരുന്നു. പക്ഷെ സ്റ്റാർട്ടിങ് തന്നെ മൂഞ്ചി ഗൈസ്. അപ്പോ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരുന്ന് വയ്ക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല. പക്ഷെ ഈ ജനുവരി 1 തുടങ്ങി ഇന്നിപ്പോ ഫെബ്രുവരി 2 ഫെബ്രുവരി 3 വരെ ഉള്ളത് ഷോർട്ടായിട്ട് പറയാം. എന്റെ ലൈഫിൽ ഞാൻ എന്താ വീഡിയോ ഇടായിരുന്നു, എന്റെ പാഷൻ എന്താ ഫോളോ ചെയ്യായിരുന്നു, എന്താ ഒന്നും ചെയ്യാറുതെന്ന്. ജനുവരി 1 ഞാൻ വീഡിയോ ഇട്ടു. 2, 3 ഒരു കുറച്ച് വിഷയമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു 2 വീക്സ് അല്ലെങ്കിൽ ഒരു 13 തുടങ്ങി അല്ലെങ്കിൽ അവിടെ 2 വീക്സ് തുടങ്ങി എന്താ പറയാ, റൂമിലും പ്രശ്നങ്ങളായിരുന്നു, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരുന്നു, ഫാമിലി പ്രോബ്ലംസ് ആയിരുന്നു. അതൊക്കെ നമുക്ക് സഹിക്കാം. പക്ഷെ ഹെൽത്ത് പ്രോബ്ലം അത് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. നടുവേദനയും കാലുവേദനയും ആയിട്ട് കിടപ്പിലായിരുന്നു. 2 വീക്സ് മുമ്പ് കിടപ്പായിരുന്നു. ആ കിടപ്പിൽ നിന്നൊക്കെ എഴുന്നേറ്റ് പിന്നെ വന്നപ്പോ കൈപ്പ വേദനയായിരുന്നു. അങ്ങനെ ഫുള്ളും വേദന. അതിനിടയ്ക്ക് നമുക്ക് 26 MBA ഫൈനൽ പ്രോജക്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനൽ തീസിസും ചെയ്തു. അത് പാസ്സായി. ദൈവകൃപ എന്താ പറയുക, ദൈവം ഗുരുവായൂരപ്പുറം എല്ലാ ദൈവങ്ങളും അമ്മയുടെ എല്ലാവരും പ്രാർത്ഥന കൊണ്ട് എനിക്ക് അന്ന് എഴുന്നേക്കാൻ പറ്റിയിരുന്നു. 2 ദിവസം ഓക്കെ ആയിരുന്നു. ഞാൻ പോയി പ്രസന്റ് ചെയ്തു. അങ്ങനെ നമ്മൾ MBA ഫൈനൽ പ്രോജക്ട് തീർത്തു. അങ്ങനെ MBA ഗ്രാജുവേറ്റ് ആകെ ഈ വർഷം നന്നായി നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ MBA ഫിനിഷ് ചെയ്തു. ഇയർ സ്റ്റാർട്ടിങ്ങിൽ MBA ഫിനിഷ് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഫുൾ ഡൗൺ ആയിരുന്നു. ഫുൾ ഡൗൺ, മെന്റലി ഡൗൺ, ഫിസിക്കലി ഡൗൺ, എല്ലാം കൂടി ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞപ്പോ ഇന്ന് നമുക്ക് മലയാളത്തിന് അഹങ്കാരം ഉണ്ടല്ലോ. ഞാനിപ്പോ നിങ്ങൾക്ക് ഈ കാറ്റത്ത് എങ്ങനെ നിൽക്കുന്നത്, പക്ഷെ ബാക്കിൽ നല്ല മഞ്ഞ് പെയ്ത് മഞ്ഞത്ത് കാറ്റത്ത് ജാക്കറ്റ് ഇല്ല, ഗ്ലൗസ് ഇല്ല, ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അഹങ്കാരത്തിന് ഒരു കുറവില്ലാത്തതുകൊണ്ട് മഞ്ഞത്ത് നല്ല പുറത്ത് ഇങ്ങനെ കാറ്റുമുണ്ട്, മനസ്സിൽ നിന്ന് ഹീൽ ചെയ്യാന്ന് വെച്ചിട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതേമ പോയി കിടപ്പായിരിക്കും കേട്ടോ, തണുത്ത് അറച്ചിട്ട്. അപ്പൊ ഇന്നൊക്കെ കണ്ണൊക്കെ എഴുതി കുട്ടൊക്കെ തൊട്ട് ഭംഗിയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് സെൽഫായിട്ട് എന്താ പറയാ, ഞാൻ ഓക്കെ എന്ന് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്ര വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടായിരിക്കും. കുറെ കഥകൾ പറയാനുണ്ട്. അപ്പൊ നമുക്ക് മോട്ടിവേഷൻ പോലെ ഡെയിലി ഒരു മോട്ടിവേഷൻ പോലെ കഥകളൊക്കെ ഒരു വ്ളോഗ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ഇവിടെ ഒരുത്തന്നെ എന്റെ കൂടെ ഉണ്ട് കേട്ടോ. എന്റെ ചീത്ത പറയും, ഈ പെണ്ണ് എന്താ കാണിക്കുന്ന ഈ മഞ്ഞത്ത് കിടന്നു പറഞ്ഞ് കാണിച്ചോണ്ടിരിക്കുക. അപ്പൊ അവനും ഉണ്ട്. ബൈ ബൈ.